അധിക റിലേഷൻഷിപ്പിലും, അതായത് ഇപ്പോൾ ഉമ്മയും മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ സിബ്ലിങ്സ്, ഇങ്ങനെയുള്ള ഏത് റിലേഷൻഷിപ്പും ഫ്രണ്ട്സ് തമ്മിലായിക്കോട്ടെ, ആര് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്ന സമയത്ത് ആരാണോ ഫസ്റ്റ് സോറി പറഞ്ഞ്, അതായത് ഫോർഗീവ് ചെയ്ത് ആ ഒരു ബന്ധം കൂടുതൽ കൂടുതൽ ഒന്നും ദൃഢമാക്കാൻ ശ്രമിക്കുന്നവരാരാണ്, അവരുടെ ഹൃദയം എന്തായിരിക്കും, കുറച്ചും കൂടി വിശാലതയുള്ളതായിരിക്കും. അവരുടെ മൈൻഡ് കുറച്ചും കൂടി എന്തായിരിക്കും, വിശാലത. അങ്ങനെ ഒരു സ്കില്ല് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഫോർഗീവ് ചെയ്യുന്നത്, വിട്ട് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ചിലപ്പോൾ വൈഫ് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഹസ്ബൻഡ് ഒരു ഈഗോ ആയിരിക്കും. എന്താണ്, പിന്നെ അവള് തെറ്റുകാര്യം നമുക്ക് ബോധ്യപ്പെട്ടിക്കുക, അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, മാപ്പ് നൽകുന്നത് എന്നുള്ളൊരു അധിക ഈഗോ. ഇപ്പം അധികം ആൾ മാപ്പ് നൽകുന്ന സമയത്ത് ഓരോ തോട്ട് ഇങ്ങനെയാ പോവാ, നീ തെറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ലേ, അതുകൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്, മാപ്പ് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ അത് അങ്ങനെ തോന്നാൻ അത് അവരുടെ ഒരു ഈഗോ ആണ്. അപ്പോൾ ഇങ്ങനെ അവരെ ഈഗോ, അവരുടെ മൈൻഡ് അത്രക്കും ചെറുതുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യം. അതുമാത്രമല്ല, ഫോർഗീവ്നെസ്സിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് പറയാൻ വെച്ചാൽ, അത് നമ്മൾ എന്താണ്, നമ്മളെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്. നമ്മൾ ആ വിശാലമായ ആ ഒരു ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ഫോർഗീവ് കൊടുക്കുന്നത് കുറച്ചും കൂടി ആ ഫോർഗീവ്നെസ് ഉണ്ടാവും, ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ്.